നങ്ക് വറക്കാൻ വേണ്ടി ഉണക്ക നങ്ക്, നമ്മുടെ പയറ് തോരൻ, നല്ല പയറ്, നീളമുള്ള പയറ് തോരൻ, നല്ല മീൻകറി ഇതേ തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം അത് റെഡിയാകും. പിന്നെ നമ്മുടെ ഒന്നാന്തരം കായും പയറും കൂടെ തോരൻ വെച്ചത്, പിന്നെ നമ്മുടെ സാമ്പാർ, അത് ഞാൻ കടുക് പൊട്ടിച്ചില്ല, ഇനിയും കടുക് പൊട്ടിക്കണം. ഇതെല്ലാം കൂടെ കൂട്ടി നമ്മളൊരു പിടിയുണ്ട്. ഇപ്പം നമ്മുടെ ഉണക്കമീനെ അങ്ങനെ ഇനി വറക്കുവാണ്. ഇതും കൂടെ വറുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചോറുണ്ണാം. അപ്പം നമ്മളുണ്ടാക്കിയ കറികളെല്ലാം കൂടി എടുത്ത് നമുക്കൊരു ചോറുണ്ണാം. ഇതേണ്ട പയറ് തോരൻ, ഇച്ചിരി പയറ് തോരൻ എടുക്കുവാണ്. പിന്നെ നമ്മുടെ നങ്കിനെ വറുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണക്കമീൻ. 2 നങ്ക് കഷ്ണം ഇരിക്കട്ടെ. ഇനി അത് ഞാൻ കുറച്ചുകൂടെ വറുത്തുകൊണ്ടിരിക്കും അവിടെ കേട്ടോ, കഴിഞ്ഞില്ല. പിന്നെ നമ്മുടെ കായും പയറും കൂടെ തോരൻ, അതും കൂടെ ഞാൻ എടുക്കുവാണ്. എനിക്ക് കൂടുതലും വെജിറ്റബിൾസാണ് ഇഷ്ടം. സാമ്പാർ ഞാൻ എടുക്കുന്നില്ല. ഇനി നല്ല മീൻകറിയുണ്ട്, പക്ഷെങ്കിൽ എനിക്ക് ഉണക്കമീനുള്ളപ്പം മീൻകറി വേണ്ട. ഞാനപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂട്ടി ഒന്ന് ചോറിനട്ടോ. എങ്ങനെയുണ്ട്? കണ്ടിട്ട് തന്നെ ഒരു കൊതി വരുന്നുണ്ടായിരിക്കും എല്ലാവർക്കും അല്ലേ? ഉണക്കമീൻ കഴിക്കട്ടെ. ഇനി ഇതിൻ്റെ കൂടെ ഒരു ആർഭാടത്തിന് വേണ്ടി ഞാൻ ഇച്ചിരി ചമ്മന്തിപ്പൊടിയും കൂടെ വെക്കുവാണ്. ഇരിക്കട്ടെ, ഇച്ചിരി ചമ്മന്തിപ്പൊടിയും കൂടെ. ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് ഒന്ന് കഴിക്കാം. നിങ്ങൾ കൂടെ പോലെ എൻ്റെ കൂടെ. എനിക്കിഷ്ടമുള്ള കറികളാണ് ഇതെല്ലാം. ഇച്ചിരി തോരനും ഇച്ചിരി പയറു തോരനും പിന്നെ നമ്മുടെ മീനും കൂടെ വെച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ലതാണോ എന്ന് നോക്കാം. അടിപൊളി, നല്ല മീൻ.